ഇനി അതിൻ്റെ അതാപ് നിങ്ങളൊന്ന് സഹിക്കുക. ഞങ്ങൾ ഈ 4 പേർക്ക് ഇപ്പോഴത്തെ ഒരു ഫാഷനാണിത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങൾ സഹോദരിമാരെ, കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് ആളുകൾ സ്വന്തം ഉപ്പയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടവരാണ് നമ്മൾ. പൊന്നുമ്മയെ ഒന്നടുത്തു പോയി നിസ്കരിക്കാനോ മുഖമൊന്ന് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ എൻ്റെ പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ഉമ്മയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോഴും അത് നോക്കി നിന്ന മക്കളെ കണ്ടവരാണ് നമ്മളൊക്കെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. കോവിഡ് കാലത്തിന് ശേഷം ജീവിതത്തിൽ പല മാറ്റങ്ങളുമുണ്ട്. പല ദീനുള്ള കുടുംബത്തിലും നല്ല ലജ്ജയും ഒതുക്കമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളിലും വലിയ മാറ്റമുണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല. വളരെ വിഷമകരമായ അവസ്ഥ. മലപ്പുറത്തെ നമ്മുടെ ജില്ലയിൽ 2 കുടുംബം എൻ്റെ ഓർമ്മയിൽ ഒരു ഉമ്മയും ഉപ്പയും വല്ലാതെ വേദനിച്ച് പിടയുന്നുണ്ട്. വിഷയം എന്താ ചോദിച്ചാൽ, പെൺകുട്ടിയുടെ നിർബന്ധം എനിക്ക് ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. നമ്മുടെ ജില്ലയിൽ കാർവന്മാരെ ജ്യേഷ്ഠാനുജന്മാരെ മുമ്പ് ഒരു ഒതുക്കുമെന്ന് പറയുമ്പോൾ 10-18 വയസ്സ് തികയാത്ത കുട്ടി നിർബന്ധിക്കുകയാണ് ഉമ്മയെയും ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. തെരഞ്ഞെടുക്കുകയാണ് പെൺകുട്ടികൾ, ആൺകുട്ടികളും തെരഞ്ഞെടുക്കുകയാണ്. 40 ലക്ഷത്തിലേറെ മുടക്കി എന്നൊരു ഹാജി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എൻ്റെ മകന് 40 ലക്ഷത്തിലേറെ രൂപ മുടക്കി. ഇപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് മരിക്കാൻ വല്ല വഴിയുണ്ടോ? അവനൊരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേദനാജനകമായ രംഗമാണ് ഞാനിവിടെ പറയുന്നത്. 18 വയസ്സ് തികയാൻ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. മോളെ, ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് അനുവദിച്ചില്ല എന്ന പെൺകുട്ടി. പക്ഷേ ഒരാഴ്ചയായില്ല, അപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അവനെ വേണ്ട, വേറെ ഒരുത്തൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള വാക്കുകൾ. ഏതോ ജില്ലയിലല്ല, നമ്മുടെ ജില്ലയിലെ കഥയാണ്. ഇപ്പോൾ 2 ആഴ്ചക്കുള്ള സംഭവമാണ് ഈ പറയുന്നത്. അവസാനം ഉപ്പ വിഷമത്തോടെ എന്തൊരു വാക്ക് പറഞ്ഞു. അതോടുകൂടെ പെൺകുട്ടി കേസ് കൊടുത്തു. എന്നെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മയും ഉപ്പയും നിർബന്ധിച്ച് കല്യാണം നിക്കാഹ് ചെയ്യിപ്പിച്ചു. മാതാപിതാക്കളെ ആ സാധുക്കളിൽ നിന്ന് 20 കൊല്ലം അവർക്ക് ജയിലറയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 20 കൊല്ലമാണ് ആ പാവങ്ങൾ. ആരോട് പറയും, എന്തു പറയും? സ്വന്തം മകൾ, ഒരു ശഫക്കത്തില്ല. പണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേക ഒരു ശഫക്കത്തുണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ചു, 20 കൊല്ലമാണ് ആ പാവങ്ങൾക്ക് തടവ്. സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും, അതും ഇവളുടെ വാക്ക് കേട്ട്. 2ാമത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ആ പാവങ്ങൾ ഒരു വാക്ക് പറഞ്ഞതിന് കേസ് കൊടുത്ത് ഒരു ലജ്ജയുമില്ലാതെ, ഒരു ദയ പോലുമില്ലാതെ. ഇവിടെയാണ് നാമൊക്കെ ജീവിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. നല്ലവരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരു ഭാഗത്ത് ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന കാഴ്ചകൾ എന്റെ യുവാക്കളെ വാട്സപ്പ് ലോകമാണ്. നമ്മളൊക്കെ കാണുന്നു, മനസ്സ് പതറുന്നു. ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എടക്കുളം ഭാഗത്തുള്ള ജ്യേഷ്ഠാനുജന്മാരോട് കൂടുതൽ പറയേണ്ടതില്ല. ദീനുള്ള മഹത്തുക്കളുടെ പാദസ്പർശം ഏറ്റുപോയ മണ്ണാണ് എടക്കുളത്തെ മണ്ണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. വലിയ മഹത്തുക്കൾ, പണ്ഡിതമുത്തുകൾ, ആ പണ്ഡിതമുത്തുകളെ വാർത്തെടുത്ത മണ്ണാണിത്. ഇവിടെ ഞാൻ പറയുന്നത്, സ്വന്തം ഉമ്മയെ മോളെ, നിന്റെ കാമുകനാണ് വന്നിരിക്കുന്നത്, നിന്റെ ഉമ്മയുമാണ് വന്നിട്ടുള്ളത്. നീ നിന്റെ ഉമ്മയുടെ കൂടെ പോകുന്നുവോ അതോ നിന്റെ കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടി ഉടനെ പറഞ്ഞു, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, കേട്ട് തരിച്ചുപോയ പെൺകുട്ടി പൊന്നുമകളുടെ കാൽക്കലങ്ങ് വീണു. മോളെ എന്ന് വിളിച്ചു. 2 കാലും കൂട്ടിപ്പിടിക്കുമ്പോൾ ആ പെൺകുട്ടി ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന കാഴ്ച കാണണം. ആ പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി തുറപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ പോവുകയാണ്. മോളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, മോളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി നിന്റെ ഉപ്പയുടെ നെഞ്ചു പൊട്ടിച്ച്, നിന്റെ ഉപ്പയുടെ മനസ്സ് പൊട്ടിച്ച് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ പോരാത്ത ഒരുപാട് പെൺകുട്ടികളെ നോക്കി നടക്കുന്നുണ്ടാവും. ഓർക്കണം മോളെ, നിന്റെ ആയുസ് തുലക്കരുത്. അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും.
ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിലോ മറ്റോ കിടക്കുമ്പോൾ നിന്റെ കുടുംബം തിരിഞ്ഞു നോക്കുമോളെ. കുടുംബത്തിനെ നാണം കെടുത്തിയവളാണ് നീ. നാട്ടുകാരത്രയും നോക്കില്ല, നാട്ടിന്റെ ശാപമാണ് നീ. പക്ഷേ ആര് നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാലും നിന്നെ ഓർക്കുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്തേക്ക് നോക്കും, മോളെ എന്ന് വിളിക്കും, വീട്ടിൽ അണച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വേറെ നിറയെ ഭക്ഷിപ്പിക്കും. നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കരയും. ആരാണെന്നറിയോ? നീ ഉമ്മയുടെ കൂടെ പോകുന്നുവോ അതോ കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞ സമയം മോളെ നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ, ആ ഉമ്മയാണ് നിന്റെ അരികിലേക്ക് വരിക. ആര് നിന്നെ ഒഴിവാക്കിയാലും ഉമ്മാക്ക് നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം മോളെ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ അങ്ങ് മുറിച്ചു മാറ്റിയാൽ നിന്റെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന മോളെ നിന്റെ പ്രസവിക്കുമ്പോൾ നിന്റെ പൊന്നുമ്മ സഹിച്ചിട്ടുണ്ട്. നീ ഒരു ബ്ലേഡ് കൊണ്ടുവന്ന് നിന്റെ ശരീരത്തിലുള്ള ഓരോ നരമ്പുകളും ജീവനോടെ മുറിച്ചു മാറ്റിയാൽ മോളെ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന നിന്നെ പ്രസവിക്കുമ്പോൾ പൊന്നു ഉമ്മ സഹിച്ചിട്ടുണ്ട്. ഏതോ ഒരു സെക്കൻഡിന് വേണ്ടി 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് നീ ചവിട്ടിയില്ല മോളെ. അനുഭവിച്ചിട്ടേ നീ മരിക്കൂ, അനുഭവിച്ചിട്ടേ നീ മരിക്കൂ. ആരോട് പറയാൻ? മാതാപിതാക്കളെ ചവിട്ടിത്തുറപ്പിച്ച് ചെക്കന്മാരുമൊത്തി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, ഒരു പേടിയുമില്ല, ഒരു വിഷമവുമില്ല. പഴയകാലത്ത് ഒരു ഹയാ ലജ്ജ എന്നൊക്കെ പറയും. എന്തിനേറെ ഏകദേശം ഒരാഴ്ചയാകുന്നേ ഉള്ളൂ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയ പാവപ്പെട്ട ഒരു പ്രവാസി. ആ പ്രവാസിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ പ്രവാസിയെ കുറിച്ച് പഠിച്ചു നാട്ടുകാരെ. 1 മണി വരെ ബൂഫിയയിൽ ജോലി ചെയ്ത് രാത്രി 1 മണി വരെ, എന്നിട്ട് റൂമിൽ വന്ന് പാവപ്പെട്ട മനുഷ്യൻ കറി ഉണ്ടാക്കുന്നുണ്ട്. 2 കുബൂസ് വാങ്ങി വന്നിട്ടുമുണ്ട്, ചെറിയൊരു ലോക്കൽ കറി. അത് ഉണ്ടാക്കിയിട്ട് എന്നിട്ടാണ് നിസ്കരിക്കുന്നത്, ഹദ്ദാദ് ചൊല്ലുന്നത്. 5:30 മണിക്ക് വീണ്ടും കട തുറക്കേണ്ടതുണ്ട്. അതുവരെയുള്ള ഒരു ഉറക്ക്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയമുണ്ട്. അങ്ങനെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യൻ 2 കൊല്ലത്തോളമായി ഒരു ചെറിയ വീടുണ്ടാക്കാൻ പാടുപെട്ട് വീടുമുണ്ടാക്കി. ഉദ്ഘാടനത്തിന് വേണ്ടി കോഴിക്കോട് വന്നിറങ്ങി. പക്ഷേ കോഴിക്കോട്ട് വന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഭാര്യയുണ്ടാകും, 5 കുട്ടികളുമുണ്ട്. പക്ഷേ ഭാര്യയെ കാണുന്നില്ല. ഉമ്മ പറഞ്ഞു, മോനെ അവൾ വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയി. 5 മക്കളുള്ള ഒരു പെണ്ണ്. ആരോട് പറയും സഹോദരങ്ങളെ? 5 കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ചെക്കന്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ സമൂഹം എത്തി നിൽക്കുന്നത്? കോട്ടൂർ ഉസ്താദിനെ പോലെയുള്ള മുത്തുകൾ പറയും, അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പൊക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ഇത് വല്ലാതെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു കഥ പറയുന്നതല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സാധുച്ച പ്രവാസിയുടെ വേദന എത്രയായിരിക്കും? ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഏതോ ചെക്കിനുമൊത്തി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, മറുഭാഗത്ത് സ്വന്തം ഭാര്യയെ, നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ. ഭാര്യമാരെ വഞ്ചിക്കുന്ന പുരുഷന്മാർ, ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. യുവാക്കളെ, നമ്മുടെ ഭാര്യയെ ചതിച്ച്, നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. നമ്മുടെ ഭാര്യയെ വഞ്ചിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് രാത്രി വീട്ടിൽ വന്ന് ഭാര്യയുടെ മൊത്ത് കിടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും ഭാര്യയോട് സംസാരിക്കാൻ മനസ്സില്ല. ഏതോ പെൺകുട്ടികളോട് മണിക്കൂറുകളോളം ഫോണിലൂടെയും വാട്സപ്പിലൂടെയും സംസാരിക്കാൻ ഒരു ലജ്ജയുമില്ല, ഒരു പ്രശ്നവുമില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി 2 മിനിറ്റ് സംസാരിക്കാൻ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വളരുകയാണ്. സ്വന്തം ഭാര്യയെ ചതിച്ച് പാതിരാ സമയത്ത് മറ്റു പെൺകുട്ടികളോട് കുശലം പറഞ്ഞ് ജീവിക്കുന്ന, മറ്റു പെൺകുട്ടികളോട് തമാശ പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ, ധാരാളം സഹോദരങ്ങൾ, ധാരാളം മനുഷ്യ മക്കൾ. അത് മറ്റു ഭാഗത്തും പറയാനുണ്ട്. സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ സഹോദരി ചതിക്കരുത്. ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ എല്ലാമെല്ലാം. ഭർത്താവിനെ വഞ്ചിച്ച്, ഭർത്താവിനെ ചതിച്ച്, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചെക്കനുമൊത്ത് കുശലം പറഞ്ഞ് ജീവിക്കുന്ന പെൺകുട്ടികൾ, പാതിരാ സമയത്ത് വീട്ടിന്റെ ഉള്ളറയിൽ കിടപ്പുമുറിയിൽ ഇടം കൊടുക്കുന്ന പെൺകുട്ടികൾ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരു മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജേഷ്ഠ അനുജ സഹോദരങ്ങളെ, കാരവന്മാരെ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, എവിടെ നോക്കിയാലും മനുഷ്യൻ ദാഹിക്കുന്നത് മനസ്സമാധാനമുള്ള ഒരു ജീവിതത്തെയാണ്. നല്ല കൊട്ടാരമുണ്ട്, ജീവിക്കാൻ ഒരു 5 തലമുറകൾക്ക് ജീവിക്കാനുള്ള കഴിവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമില്ല, നമ്മുടെ കുട്ടികൾ തമ്മിൽ റാഹത്തില്ല, അവരെന്തൊക്കെയോ ഒരു ജീവിതത്തിലാണ്. ജീവിതം നശിക്കൂലേ സഹോദരങ്ങളെ? ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് വിഷമിപ്പിക്കാൻ, വേദനിപ്പിക്കാൻ, പ്രയാസപ്പെടുത്താൻ
കിട്ടാനല്ല, പരിഹാര വഴി ദീൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഈ മജ്ലിസ് ഒരു ബറക്കത്തുള്ള മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തമുള്ള മക്കളിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. ഒരു ഭാഗത്ത് ചാടിപ്പോക്കുകളും മറ്റുമൊക്കെയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് നിങ്ങളൊക്കെ പത്രത്തിലൂടെയും വായിച്ചു കാണും. ആരാണ്, ആരുടെ കുടുംബമാണ്, ആരുടെ മക്കളാണ്, ആരുടെ ഉമ്മത്താണെന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. പുതിയാപ്പട തലയിലേക്ക് പാട്ടയിൽ മൂത്രമൊടിച്ചിട്ട് പുതിയാപ്പട തലയിലേക്ക് ഒടിക്കുന്ന ഒരു സാഹചര്യം മറ്റു മതവിശ്വാസികളല്ല ഈ കേൾക്കുന്നത്. മാത്രമല്ല അറയിൽ 8-10 ലക്ഷം മുടക്കിയുള്ള അറ തച്ചു പൊളിക്കുന്നത് നമ്മുടെ സമുദായത്തിലെ കുട്ടികളാണ്. മോനെ എന്ന് വിളിച്ചിട്ട് അരുതി എന്ന് പറയാൻ കാരവന്മാരില്ലാതെയായി പോയി. പറയാൻ പറ്റിയ രൂപത്തിൽ പറയാൻ മക്കളെ എന്ന് വിളിക്കാൻ നാട്ടിൽ ഉമറാക്കല്ലാതെയായി പോയി. ഉണ്ട് എങ്കിൽ തന്നെ ഇടപെട വിളിക്കാനേ ഉള്ളൂ. മോനെ അരുതി എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയും മാറി നിൽക്കും. കാരണം മക്കൾ പാവങ്ങളാണ്, ചെറുപ്പക്കാർ സാധുക്കളാണ്. JCBയിൽ LKG പഠിക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ ഒരു പുതിയാപ്പള വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് ഉപദേശിക്കാൻ ഉമറാക്കളില്ലാതെ പോയല്ലോ. ഉമറാക്കൾ മിണ്ടാതെ പോകുന്നുണ്ടല്ലോ. നമ്മുടെ മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് പോലും അലയടിക്കുന്നുണ്ട് ഈ ശൈലികൾ. പക്ഷേ ഓ എന്റെ അനുജന്മാരെ, ഞാൻ എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്ന മോരെ, 20 കൊല്ലം മുമ്പ് ഇടക്കുളം ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറിയാൽ ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത് കാണാൻ പ്രയാസമായിരുന്നു. കാരവന്മാർക്കൊക്കെ അറിയാം. 20 കൊല്ലം മുമ്പ് ഇടക്കുളത്ത് നിന്ന് ബസ്സിൽ കയറിയാൽ ചെവിടുപത്തേണ്ട ഗതികേടില്ല, കണ്ണടക്കേണ്ട അവസ്ഥയുമില്ല. കാരവന്മാരെ, ഇന്നോ നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, നമ്മുടെ മക്കൾ സാധുക്കളാണ്. ചെറുപ്പക്കാരായ കുട്ടികളെ പരിഹസിക്കരുത്, ചെറുപ്പക്കാരായ മക്കളെ പരിഹസിക്കരുത്. അവർ കാണുന്നത്, അവർക്ക് എത്ര മണിക്കൂർ ചെവിടുപത്തിരിക്കാൻ കണ്ണടച്ചിരിക്കാൻ കഴിയും. സാധുക്കളാണ്. പക്ഷേ അവർക്കൊരു നല്ല നസീഹത്ത് കൊടുക്കാൻ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പൊന്നുമക്കൾ, പെൺകുട്ടികളായ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മോളെ, ഏതെങ്കിലും 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി വല്ല ചെക്കന്മാരുമൊത്തി ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചുറബ് നിനക്ക് നൽകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നീ ചിന്തിച്ചിട്ടുണ്ടോ? മോളെ, അരുതി. ഒരു വേള നാം ഓർക്കേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി, ഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ എന്റെ യുവ മനസ്സുകളോട് ചോദിക്കട്ടെ മോനെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല മൈക്ക് സെറ്റ് ഞങ്ങൾ നല്ല കുറച്ചിട്ടുണ്ട്. ഞാൻ അമാനുസ്ത വരുമ്പോൾ കൂട്ടു നോക്കിക്കോളി. അപ്പം തന്നെ കൂട്ടി നമ്മളെ ഒന്ന് സഹായിക്കുന്നില്ല. അടിപൊളി മൈക്കാണ് ഈ മക്കളെ. അമാനുസ്ത വന്ന് വിടൂല, ഒരു നല്ലോണം ഉഷാറാക്കാൻ പറയാറ്. നിങ്ങളാണ് കൂട്ടിക്കാളി, നമ്മളെ ഒന്ന് സഹായിച്ചാളി, നമ്മൾ ഒന്നല്ലേ. ഇൻഷാ അല്ലാഹ് വഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നബിമാർക്കും ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ചില പ്രത്യേക ദുആകൾ കൊടുത്തിട്ടുണ്ട്. അല്ലയോ സ്വഹാബികളെ, ആ മഹാന്മാരൊക്കെയും കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല കൊടുത്ത പ്രത്യേക ദുആ, മഹാനവറുകളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയപ്പോൾ ആ ദുആ അവിടുന്ന് ചെലവഴിച്ചു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോഴും അല്ലാഹു കൊടുത്ത ദുആ അവിടുന്ന് ചെലവഴിച്ചു. എന്റെ ഉമറേ, എന്റെ കാലുവെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകുന്ന സമയം, എന്റെ വായിൽ നിന്ന് പല്ലു തെറിപ്പിച്ച സമയമുണ്ട്. വീണപ്പോൾ പോയതല്ല, പ്രായാധിക്യം കൊണ്ട് പോയതുമല്ല, ആ പല്ലു തെറിപ്പിച്ചതാണ്. മാത്രമല്ല എന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞു. എന്റെ പൊന്നുമകൾ ഫാത്തിമ എന്ന എന്റെ കരൾ വന്നു. ഉപ്പാ വാ അവതാ, ഉപ്പ എന്ന് വിളിച്ച് എന്റെ പൊന്നുമകൾ കരഞ്ഞപ്പോഴും ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾ വല്ല ചിന്തയിലോ വേറെ വല്ല ടെൻഷനിലോ ആണെങ്കിൽ ഞാൻ മെല്ലെ ചവിട്ടിൽ പോയി പറയും, നബിയേ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ ഉടൻ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബി തങ്ങൾക്ക് ഫാത്തിമ എന്ന് കേട്ടാൽ അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞു കൈകളെ കൊണ്ട് നബി തങ്ങളുടെ കഴുത്തിലേക്ക്
കടലിലേക്ക് വലിച്ചെറിഞ്ഞ പല വസ്തുക്കളും എടുത്തു മാറ്റുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അപ്പോഴും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല, ഞാൻ ആ ദുആ നടത്തിയില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് കല്ലെടുത്തെറിയിപ്പിച്ചു, എന്നിട്ടും ഞാൻ ദുആ നടത്തിയില്ല. മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട മഹദി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ എന്ന മഹദിയെ വ്യഭിചാരോപണം നടത്തിയ സമയമുണ്ട്, അപ്പോഴും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ല. സ്വഹാബികളെ, എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി, എന്റെ പാവപ്പെട്ട ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ദുആ മാറ്റി വെച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി തങ്ങളുടെ കുട്ടികളല്ലേ നമ്മൾ. അവിടുത്തെ കാലുപെട്ടി നെരിയാണി പെട്ടി രക്തമൊടുകുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച കഴുത്തിലേക്ക് കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആളുകൾക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബികളെ, എന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ, എന്റെ വായിൽ നിന്ന് പല്ല് തുറപ്പിച്ച ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് സ്വഹാബത്തെ. എന്നെ കല്ലെടുത്തെറിഞ്ഞ മനുഷ്യനെങ്ങാനും അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിൽ പോകുന്നത് കണ്ടാൽ എന്റെ കുളിർമ എത്രയാണെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുകൊണ്ട് മറ്റു മതവിശ്വാസികൾ പോലും ചെയ്യാത്ത വിധത്തിൽ കല്യാണ വേളകളിലും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടുന്ന അവസ്ഥകളും എന്റെ മക്കളെ, പെൺകുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മോളെ, നബിത്തങ്ങളെ മറന്നുകൊണ്ട് മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിച്ച് ഏതെങ്കിലും ചെക്കന്മാരും മൊത്തത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ നബിത്തങ്ങളുടെ വേദന എത്രയായിരിക്കും, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിഷമം എത്രയായിരിക്കും. മതാ അൽഖാ ഇഖ്വാരി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ചോദിച്ചു സ്വഹാബികളോട്, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളൊക്കെ ഇവിടുത്തെ കുട്ടികളല്ലയോ തങ്ങളെ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എൻ്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൻ ബഔലാദി, ആരാണ് എൻ്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എൻ്റെ കൂടെ നിസ്കരിക്കാൻ അവസരം ലഭിക്കാത്ത, എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരും. സ്വഹാബികളെ, എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂലല്ലോ. മതാ അൽഖാ, ശൈത്താൻ പഠിപ്പിച്ചുകൊണ്ട് ആ മക്കൾ പലതും ചെയ്യും. ആ മക്കളെ ഞാൻ എന്ത് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മരീവസമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നബി തങ്ങളുമായുള്ള ഒരു ചെറിയ അടുപ്പം എന്റെ യുവാക്കളോട്, എന്റെ അനുജന്മാരോട്, എന്റെ പെൺകുട്ടികളോട്, മാതാപിതാക്കളെ ഇരുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മോളെ, ആ മദീനയുമായി ഒരു ചെറിയ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണ്ടേ? എന്നാൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് ചെറിയൊരു സ്നേഹം കണ്ടോ? ഉസ്താദുമാരെ ഇരുത്തി ഞാൻ പറയട്ടെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് ചെറിയൊരു മഹബ്ബത്തുണ്ടോ, ആ മഹബ്ബത്തുള്ളവനെ അല്ലാഹു തആല നരകത്തിലിടില്ല. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് ചെറിയൊരു ഹുബ്ബുണ്ട് എങ്കിൽ ആ മഹബ്ബത്തുള്ളവനെ അല്ലാഹു തആല നരകത്തിലിടില്ല എന്ന് പറഞ്ഞാൽ ആ നബി തങ്ങളുടെ കുട്ടികളല്ലേ നാട്ടുകാരെ നമ്മൾ? അവിടുത്തെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നേരത്തെ ചാടിപ്പോക്കുകളും മറ്റുമൊക്കെ പറഞ്ഞത്, വേദനിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, ഒരു ഹാജി കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ പലവട്ടം ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞു, മക്കളില്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ, ഉണ്ടായിപ്പോയി. മരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഹാജിമാർ ഏതോ ജില്ലയിലല്ല, നമ്മുടെ ജില്ലയിലെ കഥയാണ് ഞാൻ പറയുന്നത്. മരിക്കാൻ വല്ല വഴി ഇസ്ലാമിലുണ്ടോ? കാരണം ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്ക് ഒരു വേഷപ്പെണ്ണിനെ കൊണ്ടുവന്ന കാഴ്ച കാണുമ്പോ ബാപ്പ പതറൂലേ, ഉമ്മ പതറൂലേ? ഓർത്തു നോക്കി, എന്താണ്, എവിടെയാണ്, എന്തു പറയാൻ, ആരോട് പറയാൻ? ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് ചെറിയ മഹബ്ബത്തുണ്ടോ, ആ മഹബ്ബത്തുള്ളവരെ അല്ലാഹു തആല നരകത്തിലിടില്ല. സ്വഹാബികളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ഹദീസ്, മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് തണുപ്പേറ്റണ്ട, എടക്കുളം ഭാഗം ഞാനൊക്കെ ഓതുന്ന കാലം തൊട്ട് പരിചയമുള്ള, നമ്മളെ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ പല്ലാർ ഉസ്താദ് അടക്കം ഉസ്താദിൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്ന ആളാണ്.
അള്ളാഹു ഉസ്താദ്മാർക്കൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ. എല്ലാവരും ഇവിടെ എത്ര വലിയ എടക്കള ഉസ്താദ് എന്ന് പറഞ്ഞ മർക്കസിലെ മുദ്രിസ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എത്ര വലിയ മഹാന്മാർ, ഫദ്ൽ ഉസ്താദിൻ്റെ ഉപ്പ, അവരുടെ ഉപ്പാപ്പമാരടക്കമുള്ള വലിയ വലിയ മഹാന്മാർ. അള്ളാഹു തആലക്ക് ബർക്കത്ത് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്.